എല്ലാവർക്കും സലു കിച്ചണിലേക്ക് സ്വാഗതം. ഇപ്പം ഞാൻ ഇഡ്ഡലിയുടെ റെസിപ്പിയൊക്കെ ഒരുപാട് പ്രാവശ്യം കാണിച്ചാണെങ്കിലും ഇപ്പോഴും എനിക്ക് റിക്വസ്റ്റ് വരുന്നുണ്ട് അത് എൻ്റെ മെഷർമെൻറ്റ് പറയാനായിട്ട്. ഞാൻ എടുക്കുന്ന ഈ ഒരു കപ്പ് ഉണ്ട്, ഈ കപ്പിൽ ഏത് കപ്പിലാണോ എടുക്കുന്നത് അതിൽ ഞാൻ 4 കപ്പ് പച്ചരി എടുക്കും. 4 കപ്പ് പച്ചരിക്ക് ഞാനിവിടെ 1/2 കപ്പ് പുഴുക്കലരിയാണ് എടുത്തിരിക്കുന്നത്. ഇന്നിപ്പോൾ ഞാൻ എടുത്തത് പൊന്നി റൈസാണ്, അല്ല നമ്മുടെ ജയ അരിയോ നമ്മൾ ചോറ് വയ്ക്കുന്ന അരി വേണമെങ്കിൽ എടുക്കാം. പിന്നെ 1 കപ്പ് ഉഴുന്നും 1 ടേബിൾ സ്പൂൺ ഉലുവയും സെപ്പറേറ്റ് ചെയ്താണ് മറ്റൊരു ബൗളിലെടുത്തിട്ട് നമ്മൾക്ക് കഴുകി വെള്ളം ഒഴിച്ച് വെക്കണത്. പിന്നെ നമ്മൾ നല്ല പൂ പോലെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഈ ഒരു മെഷർമെൻറ്റ് നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. അപ്പം എന്നാൽ ഇത് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് നമ്മൾ ഓരോ സ്റ്റെപ്പിലും അതിൻ്റെതായ രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് നല്ല ഇഡ്ഡലി നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ചിലർ പറയുന്നുണ്ട് ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ എറിയാൻ പാകത്തിനായെന്നൊക്കെ. ഞാൻ ഉണ്ടാക്കുന്ന ഇഡ്ഡലിയൊക്കെ നല്ല പൂ പോലത്തെ ഇഡ്ഡലിയാണ് കേട്ടോ. അപ്പം നമ്മൾ ആ അരയ്ക്കുന്ന അളവും എല്ലാം നോക്കണം. പിന്നെ ഒരു കാര്യമുള്ളതെന്ന് വെച്ചാൽ നമ്മൾ മിക്സിയിൽ അരയ്ക്കണതും ഗ്രൈൻഡറിൽ അരയ്ക്കണതും വ്യത്യാസമുണ്ട്. നമ്മൾ മിക്സിയിൽ അരയ്ക്കുമ്പം നമുക്ക് എളുപ്പം തന്നെയാണ്, നല്ല പൂ പോലത്തെ ഇഡ്ഡലിയും ഒക്കെ നമുക്ക് കിട്ടും. പക്ഷെ അത് നമുക്ക് ക്വാണ്ടിറ്റി വളരെ കുറച്ച് മാത്രമേ കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പം ഞാൻ ഇതിനിടയിൽ അരി നന്നായിട്ടൊന്ന് കഴുകിയിട്ട് വെള്ളം ഒഴിച്ച് ഞാൻ വെക്കുകയാണ്. ഇനി ഈ വെള്ളത്തിലാണ് നമ്മൾ അരയ്ക്കാനായിട്ട് നമ്മൾ എടുക്കുന്നത്, ഇതിൽ നിന്നുള്ള വെള്ളമാണ് കേട്ടോ. അപ്പം അതുകൊണ്ടാണ് നല്ലതുപോലെ കഴുകിയിട്ട് എടുക്കുന്നത്. അപ്പം ആദ്യം നമ്മൾ അരയ്ക്കാനായിട്ട് എടുക്കുന്നത് ഈ ഉഴുന്ന് കഴുകിയിട്ടുള്ള ഉഴുന്നിൻ്റെ വെള്ളമാണ് കേട്ടോ. അപ്പം വേണമെങ്കിൽ മാത്രമാണ് അരിയുടെ വെള്ളം നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത്. അതൊക്കെ ഞാൻ ചേർക്കുന്ന സമയത്ത് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ എടുക്കത്തേ ഉള്ളൂ. അപ്പം ഇത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണണം. നല്ല പൂ പോലെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി നിങ്ങൾക്കും വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇത് കണ്ടു കഴിഞ്ഞാൽ കേട്ടോ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഗ്രൈൻഡറിൽ അരയ്ക്കുന്നതും മിക്സിയിൽ അരയ്ക്കുന്നതും വ്യത്യാസമുണ്ട്. മിക്സിയിൽ അരച്ചാലും നല്ലത് തന്നെയാണ്, പക്ഷെ ക്വാണ്ടിറ്റി കൂടുതൽ വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്രൈൻഡറിൽ അരയ്ക്കുന്നതാണ് എപ്പോഴും നല്ലത് കേട്ടോ. ഗ്രൈൻഡറിൽ അരയ്ക്കുമ്പോൾ എന്ന് വെച്ചാൽ ഇപ്പം ഈ 1 കപ്പ് ഉഴുന്ന് തന്നെ നമ്മൾ ഈ അരഞ്ഞ് വരുമ്പോഴേക്കും അത് ഭയങ്കര ഫ്ലഫി ആയിട്ട് നമുക്ക് കിട്ടും. മിക്സിയിൽ പക്ഷെ അത്രത്തോളം ക്വാണ്ടിറ്റി നമുക്ക് കിട്ടത്തില്ല. അതൊക്കെ വ്യത്യാസമാണ് കേട്ടോ. അപ്പം ഞാൻ ഈ രണ്ടിലും അരയ്ക്കുന്നത് കൊണ്ടാണ് എനിക്ക് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് കാര്യങ്ങൾ പറയാനായിട്ട് പറ്റുന്നത്. സത്യം പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ നല്ല ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, നമ്മൾ പുറത്തൊക്കെ പോയി റെസ്റ്റോറൻറ്റിലൊക്കെ പോയിട്ട് നമ്മൾ ഇഡ്ഡലിക്കൊക്കെ ഓർഡർ കൊടുക്കുമ്പം ചിലയിടത്തുള്ള ഇഡ്ഡലി കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് തീരെ ഇഷ്ടപ്പെടത്തില്ല. ഞാനിപ്പോൾ ഇതുപോലെ അരിയും ഉഴുന്നും ഒക്കെ ഒരു 8 മണിക്കൂറെങ്കിലും കുതിർക്കാനായിട്ട് വെക്കും. അതിനുശേഷം മാത്രമേ അരയ്ക്കത്തുള്ളൂ കേട്ടോ. അപ്പം ഈ സ്പൂണ് ഞാൻ നോക്കിയപ്പോൾ ഇപ്പം നമ്മുടെ നാട്ടിൽ മഴക്കാലമല്ലേ, അപ്പം ഞാൻ ഈ വുഡൻ സ്പൂണൊക്കെ നോക്കുമ്പോഴേക്കും ഇതൊക്കെ ഞാൻ യൂസ് ചെയ്യുന്ന സ്പൂണാണേ. പക്ഷേ കണ്ടില്ലേ, പൂപ്പൽ പിടിച്ചിരിക്കുന്നു. എൻ്റെ അടുത്ത് കുറേ പേര് ഇതിനു മുൻപും ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇതിനെന്താണ് പ്രതിവിധി, അതുപോലെ കട്ടിംഗ് ബോർഡ്, ഇതൊക്കെ ഇങ്ങനെ വരും. ഈ ഒരു ക്ലൈമറ്റിൻ്റെതാണ് കേട്ടോ അത്, അല്ലാതെ ഇത് ചീത്തായി പോയതോ ഒന്നുമല്ല. അപ്പോൾ ഞാനിത് നമുക്ക് ഈ ഈർപ്പം നമ്മളുടെ നമ്മളുടെ പ്രകൃതിയിൽ നിന്നുള്ള ഒരു സംഭവം കാരണം വരുന്നതാണേ. അപ്പം ഞാൻ ചെയ്യണത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് നന്നായിട്ട് ആദ്യം നമ്മളൊന്ന് നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കണം കേട്ടോ. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് ഇത് എടുക്കാനേ തോന്നത്തില്ല എന്നുള്ളതാണേ. പക്ഷെ ഞാൻ ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ കാണുന്നില്ല എൻ്റെ കുക്കിങ്ങിലൊക്കെ ഉപയോഗിക്കുന്ന സ്പൂണുകളാണ്. പക്ഷേ ഈ ഒരു മഴയും തണുപ്പും ഒക്കെ കൊണ്ട് ഇങ്ങനെ വരുന്നതാണ് കേട്ടോ. അപ്പം അത് ഒന്നുമില്ല, നമുക്ക് ഇത് സൂക്ഷിച്ച് വയ്ക്കാൻ നല്ല എളുപ്പമാണ് കേട്ടോ. നന്നായിട്ട് ഒന്ന് തേച്ച് കഴുകിയെടുക്കണം. അതിൽ ആ പൂപ്പലൊക്കെ പോത്തക്ക രീതിയിൽ നമ്മളിത് നല്ലതുപോലെ ആദ്യം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം കേട്ടോ. അപ്പം വുഡൻ സ്പൂണൊക്കെ നമ്മൾ എന്തുകൊണ്ടും നമ്മൾ മിക്കവാറും പേരുടെ വീടുകളിൽ കാണും. ഇപ്പം നമ്മൾ നോൺ സ്റ്റിക്ക് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള പാനുകളൊക്കെ ഉള്ളവർ നമ്മളത് സ്ക്രാച്ച് ആവാതിരിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് വുഡൻ സ്പൂൺ അല്ലേ. അപ്പം ഇതുപോലെ നല്ലതുപോലെ കഴുകിയ ശേഷം ഇനിയിപ്പം ഇത് നല്ലതുപോലെ ഉണങ്ങി കിട്ടണം. ശരിക്ക് ഉണക്ക് കിട്ടാത്തത് കൊണ്ടാണ് നമുക്ക് ഈ ഇങ്ങനെയുള്ള സ്പൂണും അതുപോലെ തന്നെ കട്ടിംഗ് ബോർഡും എല്ലാം പൂപ്പൽ വരുന്നത് കേട്ടോ. അപ്പം പലരും ഇതുപോലെ ഞാൻ വുഡൻ കട്ടിംഗ് ബോർഡൊക്കെ ഉപയോഗിക്കുമ്പോഴും എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കാറുണ്ട്, അതെങ്ങനെയാണ് സൂക്ഷിക്കണത്, ഞങ്ങളുടെ വീട്ടിലത് ഇങ്ങനെ പൂപ്പൽ വന്നു പോയി എന്നൊക്കെ പറയുമ്പോഴേക്കും ഞാൻ ആൻസർ കൊടുക്കാറുണ്ടായിരുന്നു. അപ്പം ഇതുപോലെ വെളിയിലേക്ക് വെച്ച് വെയിലൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണേ, ഒന്ന് ചൂടായി ഉണങ്ങി വരണം. അപ്പം ഈ ഒരു ക്ലൈമറ്റിൽ ഉണങ്ങി കിട്ടുക എന്ന് പറഞ്ഞാലും കുറച്ച് പാടുള്ള കാര്യമാണ് കേട്ടോ.
8 മണിക്കൂറിന് ശേഷം ഞാൻ നമ്മൾ ഇത് അരച്ചെടുക്കാനായിട്ട് പോവാണ്. അപ്പം ഞാൻ എൻ്റെ ഗ്രൈൻഡറിലാണ് ഇപ്പം ഞാൻ കൂടുതലും അരച്ചെടുക്കുന്നത്. അപ്പം എൻ്റെ ഈ ഗ്രൈൻഡർ കാണുമ്പോൾ പലർക്കും തോന്നും ഇത് എൻ്റെ കളർ ഇങ്ങനെ ഇരിക്കുന്നതെന്ന്. ഇത് എൻ്റെ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന നല്ല ആ മുകളിൽ കാണുന്ന കളർ തന്നെയായിരുന്നു കേട്ടോ എൻ്റെ ഗ്രൈൻഡറിന്. പക്ഷേ ഞാൻ ഇവിടെ ഷിഫ്റ്റ് ചെയ്ത സമയത്തൊന്നും ഞാനത് ഉപയോഗിക്കാതെ മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇതിൽ കളർ ചേഞ്ച് വന്നത് കേട്ടോ. അതെങ്ങനെ ആയെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. അപ്പം ഞാൻ ഇതുപോലെ ഉഴുന്ന് ആദ്യം ഇട്ട് അരച്ചെടുത്തിട്ട് തന്നെയാണ് അരിയിട്ട് അരച്ചെടുക്കുന്നത്. അപ്പം ഉഴുന്ന് ആദ്യം വെള്ളമില്ലാതെ ഞാൻ ഇതാ കണ്ടില്ലേ അരഞ്ഞു വരുന്ന സമയത്താണ് കുറേശ്ശെ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ആദ്യമേ നമ്മൾ വെള്ളം ചേർത്ത് ഇത് അരക്കുകയാണെങ്കിൽ അത് അരവ് കിട്ടത്തില്ല. അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഒരു രീതിയിലാണ് അരയ്ക്കണത്. എനിക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് തന്നെയാണ് അരയ്ക്കണത്. കാരണം കുറച്ച് ദിവസമൊന്നും വയ്ക്കത്തില്ലല്ലോ ഇവിടെ. ഞാനിങ്ങനെ ജോലിയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ സനമുത്ത് വന്നിരിക്കും കേട്ടോ. അവൾക്ക് ചെറിയ മൂക്കൊലിപ്പുണ്ട്. അതാണ് ഇതേ തുണിയൊക്കെ പിൻ ചെയ്തിട്ട് കൊടുക്കുന്നത്. സ്വന്തമായിട്ട് തന്നെ മൂക്കൊക്കെ പിടിക്കും കേട്ടോ. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ ഇങ്ങനെ പിടിച്ച് ഇതുപോലെ ചെയറിൽ കയറ്റിയിരുത്തും. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഇവിടെ കബോർഡൊക്കെ തുറന്ന് ഒരു വഴിക്കാക്കി തരും കേട്ടോ. പാത്രമൊക്കെ എടുത്ത് വെളിയിലിട്ട് ആളങ്ങ് എൻജോയ് ചെയ്യും. അപ്പം അതാ കണ്ട ഇതിങ്ങനെ അരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു രീതിയിലാണ് അരച്ചെടുക്കുന്നത്. ഇപ്പം എന്താ നമ്മളുടെ സ്പൂണെല്ലാം ഉണങ്ങി വന്നിട്ടുണ്ട് കണ്ടോ. അപ്പം ഇനി ചെയ്യണം എന്തെന്ന് വെച്ചാൽ നമുക്ക് ഇതിൽ ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. ബ്രഷ് ചെയ്ത് കൊടുക്കുക, ഇതുപോലെ കുറച്ച് ഓയിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കണം. അപ്പം ഇങ്ങനെ വരുമ്പം നമുക്ക് ഇത് ഇങ്ങനെ പൂപ്പലില്ലാതെ സൂക്ഷിച്ച് എടുക്കാനായിട്ട് പറ്റും. അപ്പം ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അങ്ങ് ചെയ്തു കൊടുത്താൽ മാത്രം മതി കേട്ടോ. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ ഓയിലൊക്കെ സ്പ്രേ ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ തന്നെ അത് ഡ്രൈ ആയിട്ടിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പം നിങ്ങൾക്ക് പലർക്കും തോന്നും ഈ ഓയിലൊക്കെ ഒഴിക്കുമ്പം അതിങ്ങനെ ഓയിലി ആയിട്ടിരിക്കത്തില്ലേന്ന്. അങ്ങനെയൊന്നും വരത്തില്ല. ഇപ്പം നിങ്ങൾക്ക് കാണാമല്ലോ. ഇത് കുറച്ച് കഴിഞ്ഞ് ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞ് നിങ്ങൾ നോക്കി നോക്കൂ. നോർമലി നമ്മൾ ഉപയോഗിക്കുന്നത് പോലെ തന്നെ ഇരിക്കും. അപ്പം ഇതുപോലെ തന്നെയാണ് കട്ടിംഗ് ബോർഡ് ഞാൻ ചെയ്യണത്. കട്ടിംഗ് ബോർഡ് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് വെയിലുള്ളപ്പോഴാണെങ്കിൽ വെയിലത്ത് വെച്ചൊന്ന് ഉണക്കും. അതിന് ശേഷം കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കും, തൂത്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ എന്താ അരഞ്ഞുകൊണ്ടിരിക്കുന്നതിലേക്ക് ഞാൻ ഇങ്ങനെ കുറേശ്ശെ വെള്ളം ചേർത്ത് അരച്ചെടുക്കണേ. സനമോളുടെ രസം ഉണ്ടാക്കാൻ എങ്ങനെ ബിസ്മില്ലാ പറ. ബിസ്മില്ലാ. ചതച്ച് രസം ഉണ്ടാക്കാൻ നമ്മൾ എന്ത് ചെയ്യണം മോളെ? ആദ്യം ഉള്ളി ഒന്ന് ചതച്ചെടുക്കണം കേട്ടാ. സനമൊക്കെ ചതയ്ക്കാൻ അറിയാലോ. എങ്ങനെ എടുക്ക്. ഇവിടെ ചതക്കുന്നെങ്കിലും നോട്ടമൊക്കെ ചുറ്റുവട്ടതാ. ഒന്നും എടുക്കണ്ട. ഓക്കെ, നല്ല കുട്ടിയായിട്ട് ഇത് ചതക്കണം. എങ്ങനെ ചതയ്ക്കും തന്നെ ചതച്ച് നോക്കട്ടെ. അല്ലോ രണ്ട് സനമോൾ ഇത്ര നന്നായിട്ട് ചതയ്ക്കുന്നു നോക്കിക്കേ. മിടുക്കി. ചതച്ച് നോക്കട്ടെ. പാചകത്തിന് കമ്പൗണ്ടെന്ന് തോന്നുന്നു ചതപ്പൊക്കെ കാണുമ്പോൾ. നോക്കട്ടെ. എനിക്ക് വയ്യ. എന്നെ ചതയ്ക്കാൻ കല്ലൊരു പരുവാക്കോ കുഞ്ഞേ. ചാച്ചി നീ എന്ത് ചെയ്യും? ഇങ്ങനെയൊക്കെയല്ലേ നമ്മൾ പഠിക്കണത് അല്ലേ? ചതച്ചു. ഞാനേ ചതയ്ക്കാൻ എല്ലാം എടുക്കുമ്പോ ഇവിടെ ബഹളം. അപ്പൊ നമുക്ക് കാണുമ്പോ അറിയാം കേട്ടാ. എന്ത് ചെയ്താലും അവളുടെ ഇങ്ങനെ കൊടുക്കണം. ഓക്കെ, ചതച്ച്. സനമോള് ചതച്ചതാണ്. കണ്ടോ, ഇത് കണ്ടോ, സനമോള് ചതച്ചതാണ്. ഓക്കെ. ഇനി അടുത്ത് നമുക്ക് ഇഞ്ചിയും ഈ എടുത്തിരിക്കണ വെളുത്തുള്ളിയും കൂടി ചതയ്ക്കാം. സനമോള് ചതയ്ക്കണോ അമ്മ ചതയ്ക്കണോ? അയ്യോ ആവേശം. പതുക്കെ ചതച്ചാ മതി. നോക്കട്ടെ. കണ്ടോ ഇങ്ങോട്ടൊക്കെ പോണു. മിടുക്കി. സനമോള് നല്ല കണ്ട സ്വന്തമായിട്ട് ചതയ്ക്കുന്നുണ്ടോ? മോള് തൊടണ്ട. മോള് ചതച്ചാ മതി. മിടുക്കി. കണ്ട സനക്കുട്ടി ചതയ്ക്കുന്നുണ്ടോ? എത്ര നന്നായിട്ട് എന്റെ കുഞ്ഞ് ചതയ്ക്കുന്നത് കണ്ട. അങ്ങനെ സനമോള് ഇഞ്ചിയും വെളുത്തുള്ളിയും കൊച്ചുള്ളിയൊക്കെ ചതച്ച് ഇനി നമുക്ക് കുരുമുളക് കേട്ടോ. ഓക്കെ, കുരുമുളകും ചെറിയ ജീരകവും ഒന്നുകൂടി ചതയ്ക്കാം. ചതയ്ക്കാം വേണ്ടാത്ത ദിവസം. അല്ല
ഞാനിങ്ങനെ എന്തെങ്കിലും ചെയ്തുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ സനമോൾ ഓടി വരും കേട്ടോ. എന്നിട്ട് ആ ഹാ ഹാ എന്നൊക്കെ പറഞ്ഞ് അവളുടെ ആക്ഷൻ കാണിക്കുമ്പോൾ എനിക്കറിയാം അവൾക്കും അത് ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പം ഞാനങ്ങനെ നിരുത്സാഹപ്പെടുത്തി അങ്ങനെ വിടാറില്ല. കുറച്ച് നേരം അവൾക്കൊപ്പം ഇതുപോലെ നിന്ന് ചിലവഴിക്കും. അപ്പം ഇത് കുഞ്ഞുങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അപ്പം അവർ പതുക്കെ നൈസ്ലി എന്നിട്ട് അതിൽ നിന്ന് അങ്ങ് ഒഴിവാക്കാനായിട്ട് നോക്കും. അല്ലാതെ അവൾ ഇത് എടുത്തുടനെ അങ്ങനെ എടുക്കണ്ട പൊയ്ക്കോ എന്നൊക്കെ പറയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് അവരത് ചെയ്യത്തുമില്ല. പിന്നെ അവരുടെ ഉള്ളിൽ അതൊരു വാശിയായിട്ട് കിടക്കും. അപ്പം അതിനൊന്നും പോണ്ട. നമ്മൾ ഈ പറഞ്ഞ മാതിരി അഡ്ജസ്റ്റ് ചെയ്ത് അവരെയും സന്തോഷിപ്പിച്ച് പതുക്കെ അതിൽ നിന്ന് ഒഴിവാക്കി അങ്ങ് വിട്ടാൽ മതി. അപ്പം ഞാൻ രസം ഉണ്ടാക്കാൻ വേണ്ടി ചതച്ചപ്പോഴാണ് ആൾ വന്നത് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽ റെസിപ്പി ഒന്നും ഞാൻ കാണിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പം ഇതുപോലെ ഞാൻ പല രീതിയിൽ രസം ഉണ്ടാക്കും. ഇത് വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ മല്ലിയില ഒന്നും ഇല്ലാത്ത രസമാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പം രസം ഇഷ്ടമുള്ള എത്ര പേരുണ്ട്? ഇവിടെ ആണെങ്കിൽ നമ്മുടെ സുൽത്താന് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കറിയാണ് രസം എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഇവിടെ സുലു ഉള്ളപ്പോൾ മിക്കവാറും ദിവസങ്ങളിൽ അതായത് ഒന്നിരാടെ ഇടവിട്ടുള്ള ദിവസങ്ങളിൽ രസം ഉണ്ടാക്കുമായിരുന്നു കേട്ടോ. കാരണം അവനിങ്ങനെ കുടിക്കാനും ഭയങ്കര ഇഷ്ടമാണ്. ശരിക്കും ഈ ഒരു മഴ സമയത്തൊക്കെ നമുക്ക് വീട്ടിൽ കറികളിൽ രസം ഉൾപ്പെടുത്തുന്നത് എന്തുകൊണ്ടും നല്ലത് തന്നെയാണ്. കുരുമുളകും എല്ലാം നമ്മൾ ഇതിൽ ചതച്ച് ചേർക്കല്ലേ. അപ്പം അത് നമുക്ക് തൊണ്ടയ്ക്കും ഒക്കെ വളരെ നല്ല ഒരു കറി തന്നെയാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. ഇതിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് വേണം എന്നുള്ളവർ തീർച്ചയായിട്ടും ചോദിച്ചാൽ മതി. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറയാം കേട്ടോ. അപ്പം രസം ഓരോരുത്തർ ഓരോ രീതിയിലല്ലേ ഉണ്ടാക്കണത്. നല്ല കുരുമുളകും വെളുത്തുള്ളിയൊക്കെ ഇട്ട് എടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ തൊണ്ടയ്ക്കൊക്കെ വളരെ നല്ലതാണ് ഈ ഒരു ക്ലൈമറ്റിന്. അപ്പം മാവ് ഞാൻ അരച്ച് മാറ്റിയേ. രാവിലെ തന്നെ ഇതേ ആകാശമൊക്കെ ഇങ്ങനെ മൂടിക്കെട്ടിയിരിക്കാനായിട്ട്. ഇപ്പം ഇങ്ങനെ തന്നെയാണ് ക്ലൈമറ്റ്. എപ്പോഴാണ് മഴ പെയ്യുന്നത് എപ്പോഴാണ് പെയ്യുന്നില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. നിന്ന നിപ്പിനാണ് ശക്തമായിട്ടുള്ള മഴ ഉണ്ടാകുന്നത്. അപ്പം അതുകൊണ്ടാണ് കുഞ്ഞുങ്ങൾക്കും എല്ലാം ഇങ്ങനെ അസുഖവും കാര്യമൊക്കെ വരുന്നത് കേട്ടോ. അപ്പം സനമോൾക്ക് തേനും അതൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ടായിരുന്നു. കാരണം ചുമയൊക്കെ ഉണ്ടെങ്കിലൊന്ന് മാറാനായിട്ട്. പക്ഷേ രാത്രി നല്ല ചുമയായിരുന്നു. നമ്മുടെ സനമോത്തിന് ചെറിയ കോൾഡും അതുപോലെ മൂക്കൊലിപ്പും ഒക്കെ ഉണ്ട്. 2 ദിവസം ഇങ്ങനെ മരുന്നൊക്കെ കൊടുത്ത് നോക്കി. ഇന്നലെ രാത്രി നല്ല ചുമയായിരുന്നു. നമ്മളുടെ ഒരു ഫ്രണ്ട് ഉണ്ട് ഡോക്ടർ, അങ്ങനെ അങ്ങോട്ടേക്ക് കൊണ്ടുപോവാണ്. കുഞ്ഞുങ്ങൾക്ക് സുഖമില്ലാതെ വരുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര മനപ്രയാസം അല്ലേ. കാരണം അവർക്ക് അത് എന്താണെന്ന് പറയാനും പറ്റത്തില്ല. പിന്നെ അവരുടെ ഈ ഭയങ്കര വയ്യായിക നമുക്ക് കണ്ടുകൊണ്ടിരിക്കുമ്പോഴും ഭയങ്കര ഒരു വിഷമമല്ലേ. അപ്പം സനമുത്താണെങ്കിൽ അത്യാവശ്യം നല്ല ആക്റ്റീവായിട്ടൊക്കെ ഉള്ള ഒരു മോളാണ്. അപ്പം ഒന്നും മിണ്ടാതെ ഇങ്ങനെ വയ്യാണ്ടൊക്കെ ഇരിക്കുന്നുണ്ടപ്പം നമുക്ക് ഭയങ്കര പ്രയാസമായി. അപ്പം ഞങ്ങൾ ഡോക്ടറിൻ്റെ അടുത്ത് വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം പറഞ്ഞ് 3 ദിവസം നോക്കാം, പനി കൂടെയാണെങ്കിൽ മാത്രം കൊണ്ടുവന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പം നോക്കുമ്പോഴേക്ക് ചെറിയ പനി ഉണ്ട്, അങ്ങോട്ട് കുറഞ്ഞിട്ടില്ല. അപ്പം വിചാരിച്ച് എന്തായാലും രാവിലെ തന്നെ വന്ന് കാണിക്കാം. കാരണം കാണിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു സമാധാനമാണ് കേട്ടോ. അങ്ങനെ ഡോക്ടർ പറഞ്ഞ ആൻറ്റിബയോട്ടിക് എന്തായാലും കൊടുക്കാം. കാരണം ഇത്ര പനി അങ്ങോട്ട് കുറയുന്നില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്യാമെന്ന് കണ്ടാൽ നിൽക്കുന്നത് നോക്കിക്കുക. അല്ലെങ്കിൽ സനമുത്ത് ഇങ്ങനെയാണ് എന്തെല്ലാം വർത്തമാനമൊക്കെ പറഞ്ഞിട്ട് നിൽക്കുന്നതാണ്. അപ്പം എൻ്റെ കയ്യിലിരുന്ന് ഇങ്ങനെ വെറുതെ വെളിയിൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സങ്കടം വരുന്നു കേട്ടോ. അവൾ ഇരിക്കുന്ന ആ ഇരിപ്പ് കാണുമ്പോഴേക്ക് എനിക്കിങ്ങനെയാണ് കേട്ടോ. കുഞ്ഞുങ്ങൾ വയ്യ എന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ഒന്ന് ചെയ്യാനൊരു മൂഡുണ്ടാവത്തില്ല അല്ലേ. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? നമ്മുടെ വീട്ടിൽ കൊച്ചു മക്കളൊക്കെ ഉള്ളവർക്ക് അത് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാവും. വാപ്പ അതായത് വാപ്പ വന്നില്ലല്ലോ എന്നാണ് അവൾ പറയുന്നത് കേട്ടോ. അപ്പം ഞാൻ പറയുന്നുണ്ട് ഇൻഷാല്ല നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോൾ മോക്ക് വാപ്പായെ കാണാമെന്ന്. കാരണം ഇവളെ ഉറക്കത്തിൽ നിന്ന് എടുത്തോണ്ട് വന്നതാണേ. നമ്മൾ നിസാറിക്ക പള്ളിയിൽ പോയി. അസ്സലാമു അലൈക്കും. സാറിക്ക പള്ളിയിൽ പോയിരിക്കുകയായിരുന്നു. താമസിച്ചേ വരത്തുള്ളൂ. സലു നേരത്തെ വരുവേ. ഈ അച്ചാച്ചനെ കണ്ടിട്ട് എന്തു പറഞ്ഞു മോളെ? എന്തു പറഞ്ഞ് പരാതി പറയുവാണ്. എന്തു പറ്റി? ഇവിടെ നിന്ന് ഇറങ്ങാൻ നേരം പറയല്ലേ വാപ്പ. അവള് വിചാരിക്കുന്നത് ഏതോ ടൂർ കൊണ്ടുപോവാണെന്ന് അല്ലേ. പോയെന്ന് വെളിയിൽ പോയെന്ന്. പോയിട്ട് എന്ത് ചെയ്തു മോളെ? നോക്കിയെന്ന് കണ്ട. ഇങ്ങനെ ബാക്കിൽ സ്റ്റെതസ്കോപ്പ് വെച്ചു എന്നാ പറയുന്നത്.
തലയില് തൊട്ട് നോക്കി ചൂടുണ്ടോന്ന് നോക്കിന്ന്. വന്ന ശേഷം പിന്നെ നേരെ കൈയും കാലും ഒക്കെ കഴുകിയിട്ട് നേരെ കിച്ചണിലേക്കാണ് വന്നത്. കാരണം നിസാർക്കൊക്കെ കാപ്പി കൊടുക്കാനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ പിന്നെ ഇഡ്ഡലിക്കൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഫാബി മോളാണ് ഇതാ ചമ്മന്തി ഉണ്ടാക്കണത്. വെള്ള ചമ്മന്തി കറിയാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇഡ്ഡലിക്കൊക്കെ ചമ്മന്തിയാണോ സാമ്പാറാണോ ഇഷ്ടം? ഇവിടെ സലൂനാണെങ്കിൽ സാമ്പാർ ഭയങ്കര ഇഷ്ടമാണേ. പക്ഷെ ഇന്നിപ്പം ഞാൻ പറഞ്ഞില്ലേ മോൾക്ക് സുഖമില്ലാത്തത് കൊണ്ട് പിന്നെ സാമ്പാറൊന്നും ഉണ്ടാക്കാനായിട്ട് നിന്നില്ല. പിന്നെ അതിനുള്ള ടൈമും ഇല്ല. അപ്പം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നത് ഇത് തന്നെയാണ്. അപ്പം ചമ്മന്തിയും വേറൊന്നുമില്ല. ഇന്നിപ്പം ഈ ഒരു ചമ്മന്തി മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. സാധാരണഗതിയിൽ ചിലപ്പോൾ ഞാൻ ചുവന്ന ചമ്മന്തിൻ്റെ കൂട്ടത്തിൽ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. പിന്നെ നമ്മളുടെ ഇഡ്ഡലിക്ക് അരച്ച് വെച്ചില്ലേ, അപ്പം നമ്മൾ തട്ടിലേക്ക് ഓയിലൊന്ന് സ്പ്രേ ചെയ്തൊന്ന് തടവിയ ശേഷമാണ് നമ്മൾ ഇഡ്ഡലി മാവ് ഇതിലേക്ക് കോരി ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ കുറേ പേര് എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കും, ഇങ്ങനെ ഇതിൽ വെച്ച് ഉണ്ടാക്കരുത്, സ്റ്റീൽ തട്ടിൽ വേണം ഉണ്ടാക്കാൻ, അതാവുമ്പോൾ അതും നല്ലതുപോലെ ഇളകി കിട്ടുന്നു. പക്ഷെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഇതിലുണ്ടാക്കുന്നതിൻ്റെ ഒരു സുഖം സ്റ്റീൽ തട്ടിൽ ഉണ്ടാക്കാറില്ല. പിന്നെ ഇനിയിപ്പം പലരും പറയും പ്ലാസ്റ്റിക് ബക്കറ്റിൽ വെക്കരുതേ എന്നൊക്കെ പറയാറുണ്ട്. പിന്നെ ഇവിടുത്തെ ഈ മോക്ക് സുഖമില്ലാത്തതും എല്ലാം പെട്ടെന്ന് ചെയ്യണമല്ലോ എന്നോർത്ത് കയ്യിൽ കിട്ടിയ പാത്രത്തിലേക്ക് ഇന്നലെ മാവ് മാറ്റി വെച്ചിട്ട് ഞാൻ പോയതാണ് കേട്ടോ. അപ്പോൾ 2 പാത്രങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത്ര മാവ് മാത്രമല്ല, കുറച്ച് ഞാൻ പറഞ്ഞില്ലേ ഗ്രൈൻഡറിൽ അരയ്ക്കുമ്പോൾ കുറച്ച് കൂടുതൽ ഉണ്ടാവും. അപ്പം ഞാൻ ഉപ്പിട്ട് തന്നെയാണ് അരയ്ക്കണത്. പിന്നെ ഒരുപാട് ദിവസമൊന്നും വയ്ക്കാനുള്ളതല്ല, നമ്മൾ ഇത്രയും പേരുണ്ടല്ലോ. അപ്പം ഞാൻ ഇപ്പം ഇന്നും അല്ലെങ്കിൽ നാളെയോ മറ്റന്നാളോ അതിലപ്പുറമായിട്ട് പിന്നെ ഞാൻ ഒരാഴ്ചയൊന്നും വെച്ചിട്ടൊന്നും ഇഡലി എടുക്കത്തില്ല കേട്ടോ. ഞാൻ പിന്നെ ആ സമയത്ത് അരച്ചെടുക്കത്തേ ഉള്ളൂ. പിന്നെ ചില ദിവസങ്ങളിൽ ഡിന്നറിനും ഇഡലി ആയിരിക്കും. ഇഡലി എന്തുകൊണ്ടും നമുക്ക് നല്ല ആഹാരമാണല്ലോ, ആവിയിൽ വേവിക്കുന്നതല്ലേ. വന്ന ആള് മഴ വന്നപ്പോഴേക്ക് അകത്ത് പേപ്പർ വായിച്ചുകൊണ്ടിരുന്ന നിസാർക്കായും പിടിച്ചോണ്ട് വന്നിരിക്കുകയാണ്. അവൾക്ക് അവളെ ഇങ്ങനെ താലോലിച്ച് നടക്കണം അല്ലേ കേട്ടാ. സ്റ്റക്കായി പോയാ ആണോ? വെളിയിൽ കണ്ട രാവിലെ തന്നെതാ മഴ തുടങ്ങി. ഈ ക്ലൈമറ്റ് ഇങ്ങനെ ആയിപ്പോയതാണ് നമ്മുടെ സനക്കുട്ടിക്ക് സുഖമില്ലാതെ തോന്നുന്നത് അല്ലേ മോളെ? എപ്പോഴും മഴയില്ലേ. ചക്കരേ സനമുത്തേ ഇതാ കണ്ടോ, നമ്മളുടെ പൂ പോലത്തെ നല്ല ഫ്ലഫി ആയിട്ടുള്ള ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇഡ്ഡലി ഭയങ്കര സോഫ്റ്റാണ് എന്നുള്ളത്. മിക്സിയിൽ ഞാൻ ഉണ്ടാക്കിയാലും ഇങ്ങനെ തന്നെയാണ് എനിക്ക് ഇഡ്ഡലി കിട്ടുന്നത് കേട്ടോ. ഇതാ ഞാനിത് ഇളക്കി വെച്ചിട്ടൊന്നുമില്ല, കൈകൊണ്ട് തന്നെ ഇതാ ഈസി ആയിട്ട് നമുക്ക് ഇളക്കിയെടുക്കാനായിട്ട് പറ്റും. സ്പൂണിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതാ കണ്ട, അടിയിലൊട്ടിപ്പിടിക്കുക ഒന്നും ചെയ്തിട്ടില്ല. ഞാനിപ്പം തട്ട് എടുത്ത് വെളിയിൽ വെച്ചു, അതൊന്ന് തണുത്ത ശേഷം അതിൽ നിന്ന് ഇളക്കിയെടുക്കുന്നതാണ്. അപ്പം നിങ്ങൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയാൽ മതി. പിന്നെ നമ്മൾ അരയ്ക്കുമ്പം വെള്ളത്തിൻ്റെ അളവ് കൂടരുത്. ആ ഒരു കറക്റ്റിന് നിങ്ങൾ അരച്ചെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല പൂ പോലത്തെ ഇഡലി ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പം ഞാൻ ഇഡലിയും ഈ ഒരു ചമ്മന്തിക്കറിയും ഒഴിച്ചിട്ട് കാണിച്ചു തരാം. ശരിക്കും പറഞ്ഞാൽ നല്ല ഉഴുന്നുവട കൂടി ഉണ്ടെങ്കിലുണ്ടല്ലോ, ഈ ഒരു ക്ലൈമറ്റിൽ നല്ല മഴ വെളിയിൽ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ക്ലൈമറ്റിൽ ഇതൊക്കെ കഴിക്കാൻ അടിപൊളിയല്ലേ. അപ്പം ഇതാണ് നമ്മളുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. വെളിയിൽ മഴ തകർക്കുവാണ്. അപ്പം നിങ്ങളുടെ വീട്ടിൽ ഇന്ന് എന്തായിരുന്നു ബ്രേക്ക്ഫാസ്റ്റിന്? ഏത് നാടനോടിയൊന്ന് പറഞ്ഞേ കേട്ടാ. ഇതൊക്കെയാണ് നമ്മളുടെ ഇപ്പോഴത്തെ വിശേഷങ്ങൾ. ഇനി പുതിയ റെസിപ്പിയോ വ്ളോഗായിട്ടൊക്കെ നമുക്ക് കാണാം. അതുവരയ്ക്കും എല്ലാവർക്കും ബൈ. എന്ത് വേണം നമുക്ക്? ഓ മനസ്സിലായ?